ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എം റിജുവിലേക്കാണ് പോകുന്നത്. റിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ സ്പന്ദനം വളരെ കൃത്യമായി അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ഏറെക്കാലം കൽക്കട്ടയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതായത് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയം, അവിടെ ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾ, അക്രമം, ഇതൊക്കെ നേരിട്ട് കണ്ട ഒരു മാധ്യമപ്രവർത്തകനാണ് റിജു. റിജു, എന്താണ് പശ്ചിമ ബംഗാളിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത ജനൻ ടി വിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ചാനലുകളിൽ ഒരുപോലെ നമ്മൾ കാണുന്നത് മമതാ ബാനർജിയെക്കുറിച്ചുള്ള പുകഴ്ത്തു വാക്കുകൾ മാത്രമാണ്. സത്യത്തിൽ കൊൽക്കട്ട ഒന്ന് സന്ദർശിക്കുകയോ ബംഗാളിലൂടെ ഒന്ന് കറങ്ങുകയോ ചെയ്താൽ നമുക്ക് ആ ധാരണ മാറിപ്പോകും. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ജനതയാണ് ബംഗാളികൾ. തുടക്കം മുതൽ തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അവർ വിഭജന കാലത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു മുസ്ലിം മരണങ്ങൾ നടന്ന സ്ഥലമാണ്. അതിനുശേഷം ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് അഭയാർത്ഥി പ്രവാഹവും മരണവും ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് 77 മുതൽ ജ്യോതി ബസുവിൻ്റെ ഭരണക്കാലാണ്. ആ ജ്യോതി ബസുവിൻ്റെയും ബുദ്ധദേവിൻ്റെയും ഭരണക്കാലത്ത് 55,000 പേരാണ് കൊന്നത്. അക്ഷരം തെറ്റിപ്പോയിട്ടില്ല, 55,000 പേര്. അത് ഒരു നിയമസഭയിൽ ഒരു ചോദ്യം വന്നപ്പോൾ ജ്യോതി ബസു പറഞ്ഞത് 63,000 പേരെ എന്നാണ് സഭാരേഖകളിൽ പറയുന്നത്. സഭാരേഖകൾ പിന്നീട് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വയലൻസ് നടന്നൊരു രാജ്യമാണ്. അവിടെ മമത വന്നു, മമതയും വീണ്ടും വയലൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്. ഞാൻ കൽക്കത്തയിൽ മാധ്യമപ്രവർത്തനമായി ജോലി ചെയ്തിട്ടില്ല, പക്ഷേ കൽക്കത്തയിൽ പലതവണ പോവുകയും ആ ബംഗാളിൻ്റെ മേഖലകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ബംഗാളിനെ കുറിച്ച് വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്നുണ്ട്. മമതാ ബാനർജി എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവരെ കഴിഞ്ഞ 30 വർഷമായി നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇവരൊരു സൈക്കോപ്പത്താണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഇവരൊരു മെഗളോമാനിയാക്കാണ്. അവരുടെ ഒരു നേച്ചറിനെ നോക്കൂ. അവരൊരു ചിരിക്കുന്ന മുഖമോ ഒരു ചിരിക്കുന്ന ഭാവമോ നമുക്ക് കാണാൻ കഴിയില്ല. വെരുകിനെ പോലെ അവർ ഓടി നടക്കുന്ന ഒരു ഇതാണ് പ്രസംഗങ്ങളിലൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഇവരുടെ ഒരു നേച്ചറാണ് ഈ പറയുന്ന ഒരു വയലൻസ് എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യകാലത്ത് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ട ഒരു നേതാവായിരുന്നു മമത. കാരണം കാലിൽ ചെരുപ്പിടാതെയാണ് മമത നടക്കുക. അപ്പോൾ വെള്ള വസ്ത്രമേ ധരിക്കുള്ളൂ. മമതയെ ആദർശത്തിൻ്റെ ശുദ്ധിയുടെ പ്രതീകമായി വലിയൊരു വിഭാഗം കണ്ടു. അപ്പോൾ ജ്യോതി ബസുവിൻ്റെയും ബുദ്ധദേവിൻ്റെയും ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വിമോചകയായി അവരെ ബംഗാളി ജനത കാണുകയും ഒരു മഴവിൽ സഖ്യം അവിടെ രൂപപ്പെടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എന്താണ് ചെയ്തത് മമത എന്ന് പറഞ്ഞാൽ, ആ മഴവിൽ സഖ്യത്തിൽ അന്ന് മാവോയിസ്റ്റുകളും ഉണ്ടായിരുന്നു. അധികാരം കിട്ടി ആദ്യം തന്നെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാണ് മമതാ ബാനർജി ചെയ്തത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അവർ ഈ പറയുന്ന മസിൽ പവറിലൂടെയാണ് വളർന്നു വന്നത്. തൃണമൂലിൻ്റെ ഒരു ബൈക്ക് ബ്രിഗേഡ് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ബംഗാളിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 70കളിലെ കേരളമാണ് ബംഗാളിലെ ഗ്രാമങ്ങൾ. വ്യവസായമില്ല, വാണിജ്യമില്ല, നല്ല റോഡില്ല, ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ബംഗാളിൽ മൊത്തത്തിലുള്ളത്. അവിടെയാണ് ഈ തൃണമൂലിൻ്റെ ഗുണ്ടാസംഘങ്ങൾ. ഈ തൃണമൂലിൻ്റെ ഗുണ്ടാസംഘങ്ങൾ എങ്ങനെയാണ് വന്നു വെച്ചാൽ അത് CPM വഴി വന്നതാണ്. CPM തകർന്നപ്പോൾ അവിടുത്തെ ഗുണ്ടകൾ മൊത്തമായി തൃണമൂലിൽ ചേരാനുണ്ടായത്. അതായത് CPMൻ്റെ ഒരു ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നു, സുഭാഷ് ചക്രവർത്തി. ഇദ്ദേഹമൊക്കെയാണ് ഈ ബൈക്ക് ബ്രിഗേഡിനെ വളർത്തിയത്. ഒരു പ്രദേശത്തേക്ക് ബൈക്കിൽ അങ്ങോട്ട് ആളുകൾ വന്നിട്ട് അടിച്ചങ്ങോട്ട് നിരത്തി കളയുക. അങ്ങനെ പേടിയിലൂടെയായിരുന്നു CPM അവിടെ ഭരിച്ചിരുന്നത്. ആ ഗുണ്ടകൾ ഇപ്പോഴും തൃണമൂലിലുണ്ട്. അവരാണ് ബംഗാളി സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്നത്, ബംഗാളി വീടുകൾ തീയിടുന്നത്, ബംഗാളികൾ ഇങ്ങനെ ഈ രീതിയിലുള്ള അക്രമം നടത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മമതയെ ഞാനൊരു സൈക്കോപ്പത്തായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇതിൻ്റെ അപ്പുറം ചെയ്യും. എന്ത് നാടകവും ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവളാണ് മമത. സ്ട്രോങ് റൂം തകർത്ത് കയറുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? RG കൗർ ആക്രമണം ഒരു ഡോക്ടർ ബലാത്സംഗ കൊലയ്ക്ക് വിധേയരായപ്പോൾ അവരുടെ ആദ്യത്തെ കാലത്തെ നിലപാടെന്തായിരുന്നു? സന്ദേശ് ഗാലിയിൽ ഇത്രയധികം സ്ത്രീകളെ അവരുടെ തൃണമൂലുകാർ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് വന്നപ്പോൾ മമതയുടെ നിലപാടെന്തായിരുന്നു? ഒരു വനിത എന്ന നിലയിൽ അവർ എന്തെങ്കിലും ചെയ്തോ? അതുപോലെ തന്നെ എത്രയെത്ര അക്രമങ്ങളാണ്. 10 പേരെ കൂട്ടത്തോടെ കത്തിച്ച കേസൊക്കെ ഉണ്ട്. തൃണമൂലുകാരുടെ ഗുണ്ടായുസം കൊണ്ട് അവിടെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ബംഗാളിൽ. ഒരു ഭാഗത്തും തൃണമൂലുകാരെ തട്ടിയിട്ട് നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. എന്തിനും കട്ട്മണി എന്നൊരു പരിപാടി ഉണ്ട്. ശവം ദഹിപ്പിക്കാൻ സർക്കാർ എടുക്കുന്ന ഗ്രാൻഡിൽ പോലും ഉണ്ട് കട്ട്മണി. തൃണമൂലുകാർക്ക് പൈസ കൊടുത്താലേ ശവം ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയാണ് ബംഗാൾ. ഇതിനെതിരെ ഒന്നും മമത ഒരു അക്ഷരം ഉണ്ടായിട്ടില്ല. പിന്നെ മമതയുടെ അഴിമതിയക്കാരിയല്ല, അഴിമതി വിമുക്തയാണ് മമത എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ആർക്കുമില്ല. അവരുടെ ഒരു മരുമകനുണ്ട്, അഭിഷേക് ബാനർജി. ഇവൻ കോടീശ്വരനാണ്. അവിടുത്തെ എല്ലാ മാഫിയക്കും അഭിഷേക് ബാനർജിയാണ് പൈസ പറ്റുന്നത്. മമത ഇപ്പോഴും വള്ളിച്ചേരിപ്പെട്ട് നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്.
ഇതിൽ മമത എന്തും ചെയ്യും, എന്ത് നാടകവും മമത നടത്തും. അവരുടെ അടിയന്തരമായി അവരെ ഗവർണർ പിരിച്ചു വിട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് സത്യത്തിൽ. കാരണം ഈ സംഭവങ്ങളിലൊക്കെ മമതയ്ക്ക് പങ്കുണ്ട്. 30 സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, മമതയുടെ കൂട്ടക്കൊലകൾ. അതൊക്കെ പുനരന്വേഷിച്ചാൽ അതിൽ മമത കൂടി പ്രതിയാവും. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം അവർ ദുസ്സഹമാക്കി. മാത്രമല്ല, ദേശവിരുദ്ധമായ ഏറ്റവും വലിയ പ്രവർത്തനം അവർ നടത്തിയത് ഈ പറയുന്ന ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള ശ്രമം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ആളാണ് മമത. അവന്ന് ഭൂമി എടുത്തു കൊടുത്തില്ല. കൃത്യമായ രാജ്യവിരുദ്ധ പരിപാടിയാണ് വന്നത്. നേരത്തെ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു, ബംഗ്ലാദേശും നമ്മുടെ ബംഗാളും കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കാൻ. അങ്ങനെ മുഹമ്മദ് യൂനുസൊക്കെ ഇതിൻ്റെ ആളാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്ന ഒരു ചർച്ചകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ബംഗ്ലാദേശികൾക്ക് മുഴുവൻ, ഇങ്ങനെ കുടിയേറി വരുന്ന മുഴുവൻ ആളുകൾക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ വോട്ടർമാരാക്കുന്നു. ഈ മുസ്ലിം വോട്ട് ബാങ്ക് വെച്ചായിരുന്നു മമത ജയിച്ചത്. ഈ പ്രാവശ്യം ആ മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്തു പോയി. മമതയുടെ ഗുണ്ടായുസം ജനങ്ങൾ മടുത്തുപോയി. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നടന്ന സുവേന്ദുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണം നോക്കൂ, അതൊരു പ്രിസിഷൻ സ്ട്രൈക്കാണ്. ഇതുവരെയുള്ള ബംഗാളിൻ്റെ ഹിസ്റ്ററി പറഞ്ഞാൽ വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, നാടൻ ബോംബെറിയുക, ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു കൊല്ലുക, വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുക, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ വന്നത് കൃത്യമായൊരു പ്രിസിഷൻ സ്ട്രൈക്കാണ്. അതായത് ഒരു 50 സെക്കൻഡ് കൊണ്ടാണ് ആളെ വെടിവെച്ചിടുന്നത്. ഇത് എവിടുന്ന് വരുന്നു? ആരാണ് ഇതിന് പിന്നിൽ? ആയുധങ്ങൾ. അതാണ് ഇപ്പോൾ വളരെ ഗൗരവമായി ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദികൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളെ കൊലപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അത് പശ്ചിമ ബംഗാളിലാണ് നമ്മൾ ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്നത്. സുവേന്ദു അധികാരിയുടെ PA-യിലേക്കാണ്, ആ PA-യുടെ കൊലപാതകത്തിലേക്കാണ്. അതിൻ്റെ ചുരുൾ നിവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിനെ ബാധിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ആഴം കൂടുതൽ ബോധ്യമാവുകയുള്ളൂ.